ദുരൂഹ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ മരിച്ച മകന്റെ അമ്മ മാസങ്ങളായി നീതി തേടി അലയുന്നു. സെപ്റ്റംബർ 23-ന് കോയമ്പത്തൂരിലാണ് ഇടുക്കി സ്വദേശിയായ പുഷ്പവല്ലിയുടെ മകൻ വിഷ്ണു മരിച്ചത്. ഇടുക്കി സ്വദേശിയായ പുഷ്പവല്ലി വർഷങ്ങളായി തൃശ്ശൂരിലാണ് താമസം. ഇവരോടൊപ്പം താമസിച്ചിരുന്ന മകൻ വിഷ്ണു സംഗീത് 2021 ജൂൺ 21-ന് വീട് വിട്ടിറങ്ങി. ചിലരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും അവ അവസാനിപ്പിച്ചതിന് ശേഷം തിരിച്ചെത്താമെന്നുമാണ് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ വിഷ്ണു വീട്ടുകാരെ അറിയിച്ചത്. ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് എന്നെ വിളിച്ചത് സെപ്റ്റംബർ 21 ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ശേഷമാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നേരെ വർത്തമാനം പറഞ്ഞതാണ്. അന്നേരം എന്നോട് പറഞ്ഞ് ഞാനിപ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് അവൻ ഇരിക്കുന്ന സമയത്താണ് എന്നെ എടോ എന്നൊക്കെ പറയുക. അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു, ഇല്ലടോ ഞാൻ ഇപ്പോൾ വരാം, 10 ദിവസം അങ്ങേറ്റം, അതിനുള്ളിൽ ഞാൻ എത്താം, ഇനി വിഷമിക്കണ്ട, കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ എന്നോട്. പക്ഷെ 23-ാം തീയതി 3:15 മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂർ ഒരു പയ്യൻ വിളിക്കുകയാണ് ചെയ്തത്. വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ് ഞാൻ വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്. കാണാതാകുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ വിഷ്ണു ഏറെ അസ്വസ്ഥനായിരുന്നു. വീട് വിട്ടിറങ്ങിയതിന് ശേഷവും പലതവണ വിഷ്ണു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവസാനമായി സംസാരിച്ചത് സെപ്റ്റംബർ 21-നാണ്. സെപ്റ്റംബർ 23-ന് മകന്റെ മരണവാർത്തയെന്ന നടുക്കുന്ന സത്യമാണ് പുഷ്പവല്ലിയെ തേടിയെത്തിയത്. മകനെ കാണാതായതായി പുഷ്പവല്ലി അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വിഷ്ണു സംഗീത് കോയമ്പത്തൂരിലുണ്ടെന്ന് വ്യക്തമായി. പലതവണ വീട്ടുകാരെ വീണ്ടും ബന്ധപ്പെട്ടിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നാൽ തിരിച്ചെത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എൻ്റെ അക്കൗണ്ടിൽ ഒരു വർഷത്തിനകം 7 ലക്ഷം രൂപ 7,48,000 രൂപ വന്നു പോയിട്ടുണ്ട്. അത് ആര് കൊടുത്താ, എന്തിനു കൊടുത്താ ഒന്നും എനിക്കറിയില്ല. അത് പിന്നെ മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് മോനിൽ നിന്ന് വീട്ടിലെത്തിയ ആ പയ്യൻ്റെ അക്കൗണ്ടിലേക്ക് 63 തവണയ്ക്ക് മേലെ പൈസ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ അവൻ അയച്ചിട്ടുണ്ട്. അതേസമയം ഫെഡറൽ ബാങ്ക് തൃശ്ശൂർ ശാഖയിലെ മകന്റെ അക്കൗണ്ട് വഴി 7 ലക്ഷം രൂപ കൈമാറിയതായി വ്യക്തമാകുന്നുണ്ട്. കാണാതാകുന്നതിനോട് അടുത്ത ദിവസങ്ങളിൽ ഒരാൾക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. സെപ്റ്റംബർ 23-ന് മരണം നടന്നതായി FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും ഈ അമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ 5 മാസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ അവർ 2 സ്റ്റേഷൻ ലിമിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആദ്യം FIR ഇട്ട സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ അവർ പറയും അത് കുനിയമുത്തൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്, അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്, അവിടെ എല്ലാ പേപ്പറും നമ്മൾ നവംബറിൽ തന്നെ എത്തിച്ചു എന്ന് പറയുന്നു. കുനിയമുത്തൂർ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ പേപ്പർ വന്നിട്ടില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒഴികെയുള്ള പേപ്പറിൽ മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത് കിട്ടാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഫോറൻസിക്കിന് വിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നടന്ന സംഭവമായതിനാൽ അന്വേഷണത്തിന് കേരള പോലീസിന് പരിമിതികളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും DGPക്കും പുഷ്പവല്ലി പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മകന്റെ മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം ലഭ്യമായാൽ മതിയെന്ന അഭ്യർത്ഥനയാണ് നിസ്സഹായയായ ഈ അമ്മയ്ക്കുള്ളത്. ജനം, തൃശ്ശൂർ.